പനമരം പഞ്ചായത്ത് പ്രസിഡന്റിനെക്കുറിച്ചുള്ള CPIM ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പ്രസംഗം വിവാദത്തിൽ. കോൺഗ്രസ് ഇടപെടലിനെ തുടർന്ന് ആദിവാസി പെണ്ണിനെ പ്രസിഡന്റാക്കിയെന്നായിരുന്നു AN പ്രഭാകരന്റെ പരാമർശം. പട്ടികവർഗ വിഭാഗക്കാർക്ക് ഉയർന്ന തലത്തിലെത്താൻ പാടില്ലേ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി ആലക്കമുറ്റം തിരിച്ചു ചോദിച്ചു. പ്രസിഡന്റ് ഇലക്ഷന്റെ രാവിലെ ലീഗിനെ അടിവലിച്ചുകൊണ്ട് വേറെ ആളുകൾ കോൺഗ്രസുകാർ വളരെ സമർത്ഥമായിട്ട് ലീഗാരത്തിയായ ഹസീനയെ പുറത്താക്കി ആദിവാസി പെണ്ണിനെ പ്രസിഡന്റാക്കി. അങ്ങനെ മുസ്ലിം വനിത ആദ്യമായി പ്രസിഡന്റായ മുസ്ലിം വനിതയെ ലീഗ് മറിച്ചിട്ടു എന്ന ചരിത്രപരമായ തെറ്റാണ് പനമരത്തിൽ ലീഗ് ചെയ്തിട്ടുള്ളത്. അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ ലീഗുകാർ മുസ്ലിം വീടുകൾ കയറുമ്പോൾ കയ്യും കെട്ടി നിന്നും മറുപടി പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. CPIM പ്രവർത്തകർക്കെതിരെ പോലീസ് കള്ളക്കേസെടുത്തെന്ന് ആരോപിച്ച് നടത്തിയ പ്രതിഷേധ യോഗത്തിലായിരുന്നു വിവാദ പ്രസ്താവന. BJPയേക്കാൾ വലിയ വർഗീയതയാണ് CPIM പറയുന്നതെന്നാണ് UDF ഉയർത്തുന്ന വിമർശനം. വർഗീയ പ്രസ്താവനയോട് അമർഷം രേഖപ്പെടുത്തുന്നതായും ആദിവാസി പെണ്ണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചതായും പനമരം പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി ആലക്കമുറ്റം പറഞ്ഞു. ഇത്രയും വർഗീയ ചിന്തകളും വർഗീയ വിഷങ്ങളും ചീറ്റിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തെ അതേപോലെ തന്നെ മതേതരത്വ പ്രസ്താവനത്തെയും അതുപോലെ തന്നെ ജനങ്ങളിലും ഭിന്നിപ്പ് നടത്തി എല്ലാവരെയും വർഗീയപരമായി ആക്ഷേപിച്ചും എല്ലാ മതഭാഗത്തിൽ തെറ്റിദ്ധാരണ പരത്തി വർഗീയത വിത്ത് പാകുന്ന ഇയാളുടെ പ്രസ്താവനയോട് വളരെയേറെ അമർഷവും ഒരുപാട് ഇതുണ്ട്. അവിശ്വാസ പ്രമേയത്തിലൂടെ LDFന് അധികാരം നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് പനമരം പഞ്ചായത്തിന്റെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. UDFന് അനുകൂലമായി വോട്ട് ചെയ്ത ബെന്നി ചെറിയാനെ CPIM പ്രവർത്തകർ പരസ്യമായി മർദ്ദിച്ചിരുന്നു. അതേസമയം തർക്കം മൂർച്ഛിച്ചതോടെ UDF അംഗങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതും ചർച്ചയായിരുന്നു. TN പ്രഭാകരന്റെ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് UDF തീരുമാനം. ന്യൂസ് മലയാളം, വയനാട്.